ഞാൻ പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ടില്ല. പ്രോട്ടോകോൾ ലംഘനം നടത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണറാണ്. ഗവർണർ പ്രോട്ടോകോൾ മാത്രമല്ല ഭരണഘടനാ ലംഘനം കൂടി നടത്തിയിരിക്കുകയാണ്. രാജ്ഭവൻ RSSന്റെ പ്രവർത്തന കേന്ദ്രമാക്കാൻ വേണ്ടി പറ്റില്ല. RSSന്റെ 2 പ്രധാനപ്പെട്ട പ്രവർത്തകർ രാജ്ഭവനിൽ പ്രവർത്തിക്കുകയാണ്. അവരാണ് ഈ കാര്യങ്ങളാകെ തന്നെ നിയന്ത്രിക്കുന്നത്. ഗവർണറെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നതും ഇവരാണ്. അന്ന് ഈ യൂണിവേഴ്സിറ്റി സെനറ്റുകളിൽ തന്നെ ഒരു നിർജീവമായി കിടക്കുന്ന ഒരു സംഘടനയുടെ പേരിലാണ് ഒരു പ്രോഗ്രാം നടത്തിയത്. അതും ഈ RSSന്റെ കൊടിവെച്ചേക്കുന്ന സഹോദരിയുടെ പടം എടുത്തുകൊണ്ട് അവിടെയും കൊണ്ട് വച്ചു. ഞാൻ അവിടെ രാജ്ഭവനിൽ ചടങ്ങിന് വേണ്ടി ചെന്ന അവസരത്തിൽ ഈ പടം അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത ആളാണല്ലോ ഭരണഘടനാപരമായി. അപ്പൊ ഭരണഘടനാ ലംഘനം അവിടെ നടന്നു കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കുന്ന വിഷയമാണ്. ഞാനവിടെ പൂർണ്ണമായിട്ട് ഇരുന്നിരുന്നുവെങ്കിൽ അത് ഭരണഘടനാ ലംഘനമായി മാറുമായിരുന്നു.